അപ്പൊ സൂര്യപ്രകാശം ഡയറക്റ്റ് ആയിട്ട് അതിലേക്ക് അടിക്കും. ഓടി വന്നായിരിക്കും ഈ ഇത്രയൊക്കെ വൃത്തിയേ നമുക്കുള്ളൂ. മഴ വന്നാൽ പിന്നെ ഞാൻ മഴയത്തിറക്കി ഒന്നും ചെയ്യിക്കൂല. അവര് മനുഷ്യരല്ലേ നമ്മുടെ. ഈ രീതിയിലുള്ള നീറ്റ്നെസ് ഞങ്ങൾ മുറ്റത്തിന് കൊടുക്കാറുള്ളൂ. ഇതാ അപ്പയ്ക്ക് ഇന്നത്തെയാ നമുക്കത് മണത്ത് കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ തിന്നാൻ തോന്നും. സുഖാണോ അവിടെ? സ്വർഗത്തിലാണോ? ഞങ്ങള് കുറച്ച് കഴിയുമ്പോ എത്തിയേക്കാം. കഴിഞ്ഞ ഔട്ടിങ് ഉണ്ടോ? ഇനിയിപ്പോ എല്ലാവർക്കും ഒരു പണിയുണ്ട്. എല്ലാ വീടുകളിലുള്ള ഗൃഹനാഥന്മാർക്കോ ഗൃഹനാഥമാർക്കോ ഗ്യാസ് കണക്ഷന്റെ മാസ്റ്ററിംഗ്. അമ്മ ജീവിതത്തിൽ പഠിച്ച 5 സത്യങ്ങൾ കേൾക്കാൻ നിങ്ങൾ റെഡിയാണോ? ഒരു 1/2 കിലോമീറ്റർ ചുറ്റളവിലാണെങ്കിലും വീട് ലോക്ക് ചെയ്ത് പോവാണെങ്കിൽ ഞാൻ ചെയ്യണ കാര്യം അമ്മേനെ അവിടെ പോയി നിക്കണേ. രാവിലെ നല്ല മഴയായിരുന്നു. അപ്പൊ ഞാൻ മഴച്ചിത്രം നിനക്ക് എടുക്കാതെന്ന് കരുതി. പക്ഷെ അരമണിക്കൂർ കഴിഞ്ഞപ്പോ മഴ പോയേ വെയിലായി. ഡ്രസ്സൊന്നും സുഖ, മഴച്ചിത്രം കിട്ടൂല. നീ എപ്പ മഴച്ചിത്രം ആഗ്രഹിക്കണോ അതൊന്നും അങ്ങനെ അല്ലേ കിട്ടാറില്ല. ശരിച്ചു വരാം. അതേ പൂത്ത് തുടങ്ങി. പള്ളിപ്പയറിന്റെ പൂ വെളുത്തതാണ്, മറ്റേ കുറ്റിപ്പയറിന്റെ പൂവാണ് വയലറ്റ്. അപ്പൊ അത് പൂത്ത് തുടങ്ങി. അതിന് ഇനി ഞാൻ പന്തലിട്ടു. സാധാരണഗതിയിൽ നമുക്ക് പന്തലിടാൻ പറ്റാറില്ല. അയ പോലെ കെട്ടിയിട്ട് അതിൽ തൂങ്ങാറാണ് പതിവ്. ഇപ്രാവശ്യം ഈ പനയുടെ കുറെ ഇത് കിട്ടി, കമ്പ. അപ്പൊ അതുകൊണ്ട് അത് ഒരു പന്തൽ പോലെ ഇടാനായിട്ട് പറ്റി. പന്തൽ പോലെ ഇട്ടാനുള്ള ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിങ്ങനെ പരന്ന് ഇതിലങ്ങ് പരക്കും ഈ ഫ്ലാറ്റായിട്ട്. അപ്പൊ സൂര്യപ്രകാശം ഡയറക്റ്റ് ആയിട്ട് അതിലേക്ക് അടിക്കും എല്ലാ ഇലകളിലും. അങ്ങനെ വരുമ്പോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിറച്ച് പൂക്കും. അപ്പൊ പന്തൽ ഇടാൻ പറ്റിക്കഴിഞ്ഞാൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷേ പന്തലിടാനുള്ള സാധനങ്ങൾ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനാണ് ഷോർട്ടേജ്. ഇത് 2-3 മാസത്തെ ലൈഫേ ഉള്ളൂ ഈ പന്തലിട്ട സാധനത്തിന്, ഈ പനങ്കൈ. അത്രയ്ക്കുള്ള ആവശ്യമുള്ളതിന്. അപ്പൊ അതങ്ങനെ ഒരു പന്തലിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോ ഇന്ന് അതിന്റെ ചോട്ടിൽ കുറച്ച് സ്യൂഡോമോണാസ് ഒഴിക്കണം. ഓരോ കപ്പ സ്യൂഡോമോണാസ് തളിച്ചതാണ് ഇന്നലെ. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ അതിന്റെ പൂ വന്നത്. പക്ഷേ അപ്പോഴത്തേക്ക് ആ മഴ പെയ്ത കാരണം അത് ഒരുപാട് വാർന്നു പോയി. അപ്പോൾ വള്ളിപ്പയറിനുള്ള ഒരു ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഉണ്ടാവും. രുചി മറ്റതുപോലെ ഉണ്ടാവില്ല, എന്നാലും കണ്ടമാനം ഉണ്ടാവും. ഇവിടെ വള്ളിപ്പയർ സാധാരണ ഒരു 3 മാസമൊക്കെയാണ് ലൈഫെങ്കിലും ഇവിടെ 7-8 മാസം വരെ നിന്നിട്ടുണ്ട്. അത്രയും നിന്നിട്ടുണ്ട്. ആ സമയം മുഴുവൻ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇഷ്ടം പോലെ ഉണ്ടാവും. തന്നെയല്ല ഒരു പിടി ഉണ്ടെങ്കിൽ കറിയായി. പക്ഷെ പ്രശ്നം ഇതാണ്, അതിനൊരു വാട്ടർ കണ്ടന്റ് കൂടുതലായതുകൊണ്ട് അതിന് ഈ രുചി കുറവാണ്. സാധാരണ ഈ പയറ് പോലെയുള്ള രുചി അതിന് കുറവാണ്. പക്ഷെ എന്നാലും നമ്മുടെ വീട്ടിലുണ്ടാവുന്നതായതുകൊണ്ട് പോയിസൺ ഫ്രീ ആയിട്ടുള്ള സാധനമാണ്. നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇലയ്ക്ക് ഇലവാട്ടം എന്ന് പറയുന്നൊരു രോഗമുണ്ട്. അത് എന്നാ വരുന്നതെന്നറിയില്ല. എന്നാലും നമുക്ക് ആവശ്യത്തിന് ഇപ്പോൾ ഇതുണ്ട്. ഇനിയിപ്പോൾ ഇച്ചിരി സ്യൂഡോമോണാസ് ഒഴിക്കണം, ഇച്ചിരി വളം കൂടി ഇട്ട് കൊടുക്കണം. 18 ഓരോ സ്പൂൺ ഇട്ട് കൊടുക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ അതങ്ങോട്ട് ആ ഗ്രോത്തിൽ പെട്ടെന്ന് ഇത് വരും. നന്നായിട്ട് ഗ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഇലയൊക്കെ ഇതിൻ്റെ ഡബിൾ സൈസിൽ വരും. എന്തായാലും നമുക്ക് ഇവിടുന്ന് അമ്മയ്ക്ക് ഓടി വന്ന് പറിക്കാനും എളുപ്പം. കാരണം ഈ ചടിച്ചട്ടി വല്ലതും പൊട്ടിക്കുമെന്നുള്ളതാ കഴിഞ്ഞു. അല്ല, അമ്മ തന്നെയാ പറിക്കാൻ ഓടി വന്നത്. അപ്പൊ അങ്ങനെ ഓട്ടത്തില് ചിലപ്പോ ഈ ചെടിച്ചട്ടി എങ്ങാനും മറിയോ എന്നുള്ളതാണ് സംശയം. കാരണം ഓടി വന്നായിരിക്കും ഈ
പയറ് പറിക്കുന്നത്. അമ്മ ഇപ്പൊ ഓടി വന്നു. ഞാനിപ്പോ വന്നു. എന്തിനാന്നറിയുമോ, ഞാൻ വെച്ചിരുന്ന സ്ഥാനത്തല്ല ചട്ടി വെച്ചു. പന്തല് കെട്ടാൻ കയറിയ പന്തൽ ആരിവിടെ കെട്ടി ആ ചട്ടി അങ്ങോട്ട് വെക്കും. ആ ചട്ടിയിൽ മുഴുവൻ പുല്ലങ്ങി മാറ്റി അങ്ങോട്ട് വെക്കും. ഇപ്പൊ തന്നെ വെക്കും. പന്തലിന്റെ സൗകര്യാർത്ഥം വെച്ചേക്കണം. എന്നിട്ട് അമ്മയ്ക്ക് പഴി വെക്കും. ഞാൻ അടുക്കളയിൽ നിന്ന് ഒച്ച കേട്ട് ഓടി വന്നതാണ്. ഓക്കെ, ഇവിടെ വെച്ചേക്കാം. ഉണങ്ങട്ടെ. വെയിൽ വന്നപ്പോ ഉണങ്ങാൻ വെച്ചതാ. ഇടികളിൽ ഉണങ്ങി എടുത്തോണ്ട് പോവാ. ഹെൽമറ്റ് ഉണങ്ങിതേ. ഞാൻ എപ്പോഴും ഇങ്ങനെ വെക്കുമ്പോഴേ ഇത് ഇടിക്കാനുള്ളതല്ലേ, ഇതിങ്ങനെ എന്തെങ്കിലും ഇല വെച്ച് വെക്കും. ദേ അതിന്റെ ഒരു വശം ഉണങ്ങാനുണ്ട്, അത് നമുക്ക് ഉണക്കണം. കല്ലെടുക്കുക കേട്ടോ. ഇനി ഇത് ഇവിടെ ഇരുന്ന അത് ഉണങ്ങിക്കോളും. കണ്ടോ, ഇത്രയൊക്കെ വൃത്തിയാ നമുക്കുള്ളൂ. അത് മതി. മാലയില്ല, എന്നെ പിടിക്കരുതാ. മാലയൊന്നുമില്ല കഴിച്ചാൽ, അതുകൊണ്ടാണ് പിടിക്കരുതെന്ന് പറഞ്ഞ. ഫ്രണ്ടിലെ മിറ്റം പിടിച്ചോ, വഴിയും പിടിച്ചോ വേണമെങ്കിൽ. ഭാഗം പിന്നെ കരിയില വീണു. ഇന്നലെ ഉച്ച കഴിഞ്ഞപ്പോഴത്തെ ഉച്ച മുതൽ ഇന്നലെ മഴയായിരുന്നു. അപ്പൊ അതിനു മുമ്പ് ഞാൻ ഇതിന്റെ ഇടയ്ക്കുള്ള പുല്ലൊക്കെ പറിക്കാൻ പറഞ്ഞ് കുറേയൊക്കെ പറിച്ചു. ഇനി അടുത്ത ആഴ്ച വരുമ്പോൾ ബാക്കി തീർക്കാൻ ചോദിച്ചു. മഴ വന്നാൽ പിന്നെ ഞാൻ മഴയത്തിറക്കി ഒന്നും ചെയ്യിക്കില്ല. അവര് മനുഷ്യരല്ലേ നമ്മുടെ. അപ്പൊ എൻ്റെ മിറ്റം ഇതുപോലെ ക്ലീൻ ആയിട്ട്, എൻ്റെ എന്ന് പറയരുത്, ഞങ്ങളുടെ മിറ്റം ഇതുപോലെ ക്ലീൻ ആയിട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ സഹായിക്കാൻ മന്നൂര് വരുമ്പോൾ മാത്രമേ ഇങ്ങനെ കിടക്കുള്ളൂ വൃത്തിയായിട്ട്. ഞാൻ അടിക്കുമ്പോൾ അരികും മൂലയും ഒന്നും ചേരൂല മിറ്റം അടിക്കുമ്പോൾ, അതും പറയാം. പിന്നെ അതുകൂടാതെ മഴയുണ്ടെങ്കിൽ ഞാൻ പുറത്തേക്ക് ഇറങ്ങുകയേ ഇല്ല. അതുകൊണ്ട് മരങ്ങൾ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഞാൻ വേറൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ചവറുകളുണ്ടാകും. അപ്പൊ അവര് വരുമ്പോൾ ഭംഗിയായിട്ട് അടിക്കണം. പക്ഷെ വെളുപ്പാങ്കാലത്ത് ഒരു മഴ പൊടിഞ്ഞത് കൊണ്ട് സ്വല്പം ഇലയൊക്കെ വീണിട്ടുണ്ട്. വഴിയിലാണ് കൂടുതൽ വീണാക്കണം. ഇവിടെ കുറച്ച് കൊമ്പിറക്കിയത് കൊണ്ട് കുറച്ചൊരു ശമനമുണ്ട്. ആ തേക്കിൻ്റെ ഒക്കെ നിൽക്കുന്നതുകൊണ്ട് വഴിയിൽ കുറച്ച് കരിയിലും ഉണ്ട് കേട്ടോ. അപ്പം ഈ രീതിയിലുള്ള നീറ്റ്നെസ് ഞങ്ങൾ മുറ്റത്തിന് കൊടുക്കാറുള്ളൂ. കാരണം അല്ലെങ്കിൽ നടക്കൂല. അതുകൊണ്ടാട്ടോ. മരങ്ങൾ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് വീഴൂലോ. അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പൊ മഴയ്ക്ക് മുമ്പ് വേഗം വന്നു. ഇന്ന് കുറച്ച് പർച്ചേസിങ്ങേ ഉള്ളൂ. അതാണ് അപ്പൊ വൈകി പോയേ. അതെ, ബ്രെഡ് ഞാൻ പറഞ്ഞായിരുന്നു 4 പീസോറ്റേ ഉള്ളൂ. അപ്പക്ക് മറ്റേ ബ്രെഡ് കിട്ടിയില്ലോ, മിൽക്ക് ചേർത്ത വീറ്റ് ബ്രെഡ്. അതില്ലാതും പറഞ്ഞ അപ്പയാകെ വിഷമത്തിലായിരുന്നു. ഞാൻ എടുത്തോളാം എന്നാ കൊണ്ടുപോയി ചേച്ചി മുണ്ടെടുക്കട്ടെ കേട്ടോ. എന്നിട്ട് ചോറ് വിളമ്പാം. ചോറ് മിൽക്ക് ചേർത്ത ബ്രെഡ് ഒന്ന് കാണിച്ചേ. റെഡ് കളറിലുള്ള ഇതാ അപ്പക്ക്. ഇന്നത്തെയാ? ഇന്നത്തെയാണോ? വെറുതെ അല്ല അപ്പ അതെടുത്ത്. ശരിയാട്ടോ, ശരിയാ. നമുക്കത് ഈ ബ്രെഡ് ഫ്രഷ് ബ്രെഡ് വന്ന ദിവസമാണെങ്കിലേ അപ്പൊ എപ്പോഴും പറയും ഒരു ഇതിന്റെ പകുതിയെങ്കിലും തിന്നാൻ തോന്നുന്നു. ഈ ചെങ്ങമ്പുഴ പാർക്കിന്റെ ആ വഴി പോകുമ്പോഴേ മോഡേൺ ബ്രെഡിന്റെ സ്മെല്ല് അങ്ങ് വരും. ഒയ്യോ, അപ്പൊ തന്നെ നമുക്ക് ബ്രെഡ് കഴിക്കാൻ തോന്നും. അപ്പൊക്കെ ആണെങ്കിൽ അപ്പൊ തന്നെ ഒരു പാക്കറ്റ് ബ്രെഡ് മേടിച്ച് കംപ്ലീറ്റ് കഴിക്കും. ബിക്കോസ് അപ്പയും ഞാനും ബ്രെഡ് മാൻമാരാണ്. തുണി എടുക്കണം. അമ്മക്ക് ഇഷ്ടാണോ ബ്രെഡ്? ചായയുടെ കൂടെ ഒരു പീസ് ഞാൻ ബ്രെഡ് കഴിക്കണത്. അയ്യോ, ഓ ബ്രെഡിന്റെ അപ്പൻ ബ്രെഡിന്റെ മാൻ, മകള് ബ്രെഡിന്റെ വുമൺ, എന്ത് വേണമെങ്കിലും വിളിക്കാം. ബ്രെഡ് ഗേൾ. എനിക്ക് ബ്രെഡ് ഈ വീറ്റ് ബ്രെഡ് അല്ല, മറ്റേ ബ്രെഡ് ഉരുളക്കിഴങ്ങ് മുട്ടക്കറി കൂട്ടി തിന്നണം. അപ്പച്ചനും അമ്മച്ചിയും നോക്കി ചിരിക്കണം. സുഖാണോ അവിടെ? സ്വർഗത്തിലാണോ? ഞങ്ങള് കുറച്ച് കഴിയുമ്പോ എത്തിയേക്കാം. വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പ കൊന്നേനെ. വഴക്ക് പറഞ്ഞാ അമ്മച്ചി വിട്ടു കൊടുക്കൂല. പറഞ്ഞു തുടങ്ങും. അപ്പ ഇരുന്ന് ചിരിക്കുവാ. ഒരു കാരണവശാലും അമ്മച്ചി വിട്ടു കൊടുക്കൂല. നല്ല മഴയാട്ടോ വരണേ. ഓടണമെന്നില്ല, കാരണം ഇവിടെ എത്തുന്നതിന് മുമ്പ് പെയ്യില്ല. ഇവിടെ എത്തല് മാത്രമല്ല, മുകളിൽ കയറണം. മുകളിൽ ഇട്ടേച്ച് വരാം. ശരിക്കും ഉണങ്ങിയില്ല. മുകളിൽ അയ്യാ കിടന്ന് ഉണങ്ങിക്കോളും. പശ മുക്കിയിട്ടില്ല, മഴക്കാലായതുകൊണ്ട്. നമ്മുടെ പാഷൻ ഫ്രൂട്ട് ഒക്കെ മുകളിലുണ്ട്.
ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നോക്കിയിട്ടൊന്നും കാണുന്നില്ല. അമ്മ കാണിച്ചു തരാം കേട്ടോ. ഞാനൊന്നും നോക്കിയിട്ട് കാണുന്നില്ല. അമ്മയാണ് ഇതൊക്കെ കണ്ടുപിടിക്കാൻ മിടുക്കി. മഴ എത്തി. നനഞ്ഞോ? എനിക്ക് ഇച്ചിരി നനഞ്ഞാലൊന്നും കുഴപ്പമില്ല, ഞാൻ പറയാറുണ്ട്. നനഞ്ഞു കണ്ടില്ലേ നനഞ്ഞത്? നീ കയറാം, കയറി പോട്ടെ. അവിടെ വാലിയോടെ നടക്കുക. അമ്മ എന്നെ ഇന്ന് ഉറങ്ങാത്ത? എല്ലാ ദിവസവും ഉറങ്ങാറില്ല. ഇപ്പൊ മറ്റേ കുക്കിംഗ് ഉണ്ടല്ലോ, കുക്കിംഗ് കഴിഞ്ഞ ഔട്ടിങ് ഔട്ടിങ് ഉണ്ടോ മഴയില്ലെങ്കിൽ 5 മണിയോടുകൂടി പോവാട്ടോ. 3:30 കുക്കിംഗ് തുടങ്ങണം ചായക്ക് ശേഷം. ഇനിയിപ്പോ എല്ലാവർക്കും ഒരു പണിയുണ്ട്. എല്ലാ വീടുകളിലുള്ള ഗൃഹനാഥന്മാർക്കോ ഗൃഹനാഥമാർക്കോ ഗ്യാസ് കണക്ഷന്റെ മാസ്റ്ററിങ്, അതായത് ആരുടെ പേരിലാ ഗ്യാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരുടെ ഗ്യാസ് കണക്ഷൻ ബുക്കും ഒറിജിനൽ ആധാറുമായിട്ട് ചെയ്യുക. തമ്പ് ഇംപ്രഷൻ എടുക്കണം അവിടെ പോയി. അതെനിക്കറിയില്ല എന്തിനാന്ന്. അത് ഇനി അപ്പ പോയി വന്നു കഴിയുമ്പോ അറിയാം. അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം. ചൊവ്വാഴ്ച അപ്പ പോകും. അതിന് നേരം ചോദിച്ച് മനസ്സിലാക്കും. അപ്പൊ പോയാ മതി, നമുക്ക് ആവശ്യമില്ല പോകേണ്ടത്. അങ്ങനെ ഒരു പരിപാടി. സാധാരണ രാത്രിയിൽ കിടക്കാൻ നേരത്തെ ഗ്യാസിന്റെ ബർണറിന്റെ അടിയിൽ ഓഫ് ചെയ്യാറാണ്. പിന്നെ നമ്മൾ പുറത്ത് ലോക്കല് ഒരു 1/2 കിലോമീറ്റർ ചുറ്റളവിലാണെങ്കിലും വീട് ലോക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ ഞാൻ ചെയ്യണ കാര്യം എല്ലാ വീടുകളിലും ചെയ്യണതായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ഒന്നും തോന്നരുത് ഞാൻ പറയണതുകൊണ്ട്. ഞാൻ അടിയിലെ ബർണറിന്റെ വാൽവ് എപ്പോഴും ഓഫ് ചെയ്തേച്ച് പോകുള്ളൂ. അതിപ്പം ഗ്യാസിന്റെ ഇത് സിലിണ്ടർ എല്ലാവരും അങ്ങനെ ആയിരിക്കും ചെയ്യണം. ഞാൻ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ, ഞാൻ ചെയ്യണ കാര്യം. അപ്പൊ ഞാനത് ഓഫ് ചെയ്തു, ഡോർ അടച്ചു. ഇതിലേക്ക് ഇട്ടേക്കാം. തവ ഇങ്ങോട്ട് മാറ്റി വെച്ചതിന്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഇളക്കി ഇട്ടേക്കാം. അപ്പൊ നമ്മളിപ്പോ ഒരു യാത്ര പുറപ്പെടുവാണ്. യാത്ര എന്ന് പറയാൻ നേരെ നമ്മുടെ ചുറ്റുമുള്ള ഒരു യാത്ര. അതെ. അപ്പൊ സന്ധ്യക്ക് മുമ്പ് വന്ന് കയറുകയും ചെയ്യും മിക്കവാറും. ചിലപ്പോ സന്ധ്യയോടെ അടുക്കുമായിരിക്കും. ലൈറ്റ് ഇട്ടേച്ചാ പോണേ. ലിവർ ഫ്രൈ കിടന്ന ലിവർ ഫ്രൈ പറ്റിച്ചു. അതെ, ഇനി ഉലർത്തണം. ഓക്കെ, അത് വന്നിട്ട് ചെയ്യാം. കൈ കഴിയട്ടെ കേട്ടോ. ഓക്കെ. നീ ഇല്ലാതെ ഞങ്ങളൊരു ബർത്ത്ഡേക്ക് പോയില്ലേ? എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. ഞങ്ങളുടെ ഹസ്ബൻഡിന്റെ ആ ബർത്ത്ഡേക്ക് പോയപ്പോ നീ ഇല്ലാതിരുന്നുകൊണ്ട് പാഴ്സൽ സർവീസ് അവിടുന്ന് തന്നു വിട്ടതാ. എല്ലാവർക്കും ഉണ്ടോ പാഴ്സൽ സർവീസ്? എല്ലാവർക്കും ഉണ്ട്. ഇനി ചെന്നാ കിട്ടുവോ? ഇനി ചെന്നാ ഇല്ല, അന്ന് തന്നു വിട്ടു. അതെ, ചിക്കൻ ഞാൻ കുറച്ച് ചൂടാക്കി വേണ്ടപ്പോ പുറത്തുനിന്ന് ഇത് കഴിച്ചില്ലേ, നമ്മളെ ഇന്ത്യൻ കോഫി കയറിയാലും നിനക്ക് മൈൽഡ് കഴിക്കണോന്ന് പറഞ്ഞുകൊണ്ട് നിനക്ക് ചൂടാക്കിയില്ല കേട്ടോ. ചിക്കൻ ഞങ്ങൾക്കുള്ളത്, എനിക്ക് ഗ്രേവി മാത്രം മതി. ചൂടാക്കിയതാ. പുലാവ് നിനക്കുള്ളത് ചോറ്റുപാത്രത്തിൽ അടച്ച് ഫ്രിഡ്ജിലിരിക്കണം. ഇതിപ്പോ അപ്പം മുഴുവൻ കഴിക്കുമെന്ന് എനിക്കറിയില്ല, എനിക്ക് കുറച്ച് മതി. അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ അതൊക്കെ യഥേഷ്ടമുണ്ട്. അപ്പൊ പുലാവും ചിക്കനും പിന്നെ സാലഡ് പിക്കിളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ആയിരുന്നു. അത് എല്ലാവർക്കും കോമ്പിനേഷൻ അറിയാലോ. സാലഡൊന്നും ഞാൻ കൊണ്ടുവന്നില്ല, സാലഡൊന്നും കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്ന ആ പിക്കിളും എടുക്കും. ഈ ചിക്കനും അപ്പയ്ക്ക് നമ്മൾ ഉണ്ടാക്കി ഒരു 2 പീസ് ലിവറിന്റെ 2 പീസ് ഇട്ടേക്കാൻ പറഞ്ഞു. നീ മേടിച്ച ലിവറില്ലേ അത് ഉണ്ടാക്കിയത്. അപ്പൊ അത് അണ്ടിപ്പരിപ്പ് മുന്തിരി യഥേഷ്ടം ഉണ്ടേ. ഇത് സ്പോൺസർ ചെയ്ത രേണു ചേച്ചിക്ക്, എനിക്ക് ചേച്ചിയല്ല കേട്ടോ, രേണുവിന് ഒരു അനുമോദന ഇതിലൂടെ പറയാം. നേരിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സർപ്രൈസ് ആഘോഷമായിരുന്നു അവിടെ ഇത്. അപ്പൊ ഞാൻ പറയുവാണ്. അപ്പൊ അങ്ങനെ ഇവളുണ്ടായിരുന്നില്ലാഞ്ഞോണ്ട് കേക്കൊക്കെ കൊണ്ടുവന്നത് അപ്പൊ തന്നെ കഴിച്ചുകൂട്ടു. അത് മറ്റേ കാണിക്കാൻ പറ്റിയില്ല. ഓഫീസ് കഴിഞ്ഞ് വന്ന വഴി ഞാൻ കൊടുത്തു. ഞാൻ ഒരു കുഞ്ഞു പീസ് എടുത്തോണ്ട് പോകുന്നുള്ളൂ. ഞങ്ങൾ ഈ മധുരം അവിടെ വെച്ച് കഴിച്ചു. പിന്നെ ഇങ്ങനെ ഈ ഒരുപാട് കഴിക്കണ്ടല്ലോ എന്നോർത്ത്. അതെ, ഇത് അപ്പൊ അതിൽ കൂടുതൽ കഴിക്കാൻ വഴിയില്ല. വേണമെങ്കിൽ കൊടുക്കാം. നിന്റെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് കൂട്ടാം. നീ ഇന്ന് വേണ്ടെന്ന് പറഞ്ഞോണ്ട് ഞാൻ എടുക്കാത്ത. ചിക്കനും ഫ്രിഡ്ജിലേക്ക് വെച്ചേക്കാം. ഇത് ഞാൻ മൈക്രോവേവിൽ ചൂടാക്കി എടുത്തതാട്ടോ. പീസ് അപ്പയ്ക്ക് കൊടുത്തേക്കാം. എനിക്ക് ഗ്രേവി ഒരു സ്വല്പം മതി, എനിക്ക് പീസ് വേണ്ട. അപ്പൊ ഇതിന്റെ കോമ്പിനേഷൻ അങ്ങനെയായിരിക്കും. പുലാവും ചിക്കൻ ഗ്രേവി, ഇങ്ങനത്തെ ഫ്രൈഡ് റൈസ് ആണെങ്കിൽ ചില്ലി ചിക്കൻ കോമ്പിനേഷൻ ആണ്. ഈ പുലാവിന്റെ കൂടെ ഇങ്ങനത്തെ ചിക്കനാ പൊതുവെ കണ്ടേക്കണം കൊടുക്കണത് അല്ലേ. അപ്പൊ ഇതും അപ്പയ്ക്ക് ഇച്ചിരി 2 പീസ് ഇട്ടാ മതി എന്ന് പറഞ്ഞു. ലിവർ ഇരിക്കണു നമ്മുടെ മട്ടൻ ലിവർ. അതിവിടെ വെക്കാം. ഞാൻ ലിവർ നാളെ ആട്ടോ കഴിക്കണേ. കുറച്ചെടുത്താകുമ്പോ ഫ്രിഡ്ജിൽ വെച്ചെന്ന് തോന്നണേ അല്ലേ? ഒട്ടും എടുത്തില്ല ഇല്ലേ? ചുറ്റുപാത്രത്തിൽ അടച്ചു വെക്കുന്നത് മതിയായിരിക്കും. നാളെ ഇത് ശരിയാക്കാം കേട്ടോ, വൃത്തിയാക്കാം. അല്ല,
നാളെ ഇത് ഉച്ചയ്ക്ക് എടുക്കാം. ഇനി ചിലപ്പോൾ ഉച്ചയ്ക്ക് എടുക്കുമ്പോൾ കാണിച്ചില്ലെന്നൊക്കെ ഇരിക്കും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ഇപ്പോൾ കണ്ടു. ചിലപ്പോൾ ഞങ്ങൾ സ്പീഡിലായിരിക്കും ഓരോന്നും ചെയ്യണം. അപ്പം ചിലപ്പോൾ വേറെ കറികളുള്ളത് കൊണ്ട് ഇത് കാണിക്കാൻ ചിലപ്പോൾ സാധിച്ചെന്നിരിക്കൂല. അപ്പം ചിലപ്പോൾ ഇപ്പം ഞാൻ പ്ലേറ്റിലും എല്ലാം ഡിസ്പ്ലേ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പൊ അപ്പയ്ക്ക് ഇച്ചിരി പിക്കിളും കൂടെ ഇട്ടേച്ച് ഇത് കഴിക്കാൻ കൊടുക്കാം. നമ്മുടെ വെളുത്തുള്ളി പിക്കിൾ കൊടുക്കാം. അതായിരിക്കും ഇതിന് കോമ്പിനേഷൻ. കോമ്പിനേഷൻ ഡേറ്റ്സ് ലെമൺ ആണ്. അത് നീ അന്ന് മേടിച്ചതില്ലേ, തീർന്നു. ആണോ? ഇവിടെ ഇപ്പൊ ഈ ബ്രാഹ്മിൻസിന്റെ ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു ഡേറ്റ്സ് ലെമൺ. ഞാൻ പിന്നെ ഇപ്പൊ ചോദിക്കാറില്ല. ഞാനിപ്പൊ അങ്ങനെ പിക്കിള അധികം കഴിക്കാറില്ല. അതുകൊണ്ട് ഇത് അപ്പയ്ക്ക് കൊടുക്കാം. അല്ല അപ്പ ഞങ്ങളും ഇന്നലെ കഴിച്ചത് എല്ലാവരും അവിടെ ഫുഡ് കേക്ക് കട്ടിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് ചെന്നപ്പോ കൊടുക്കാം. മട്ടൺ ലിവർ കിടിലനാണ്. അതിന്റെ റെസിപ്പിയും വരുന്നുണ്ട് കേട്ടോ പിന്നാലെ. അത് നമ്മുടെയാ. ഇത് നമ്മുടെ അല്ല, നമുക്ക് കിട്ടിയതാണ്. പാഴ്സൽ സർവീസ് ഫ്രം യശോമ്പടി. അതെ. അമ്മ എടുക്കണില്ലേ? വന്നേ ഇത് കൊടുക്കട്ടെ. ഓക്കെ കൊടുക്കട്ടെ. എന്റെ ഞാൻ എടുക്കും. അതേ കാഷ്യൂ ഇതൊക്കെ സിനമൺ അപ്പുറത്ത് കിടപ്പുണ്ട്. ഇഷ്ടംപോലെ ഇട്ടിട്ടുണ്ട്. ഒരു ലോഭവും ഇല്ല അല്ലേ? യഥേഷ്ടമുണ്ട്. ഏതോ കേറ്ററിംഗ് യൂണിറ്റിന്റെയാ, ആരുടെയാന്ന് ഞാൻ ചോദിച്ചില്ല കേട്ടോ. ഗ്രേവി ഞാൻ അതിലേക്ക് ഇട്ടോളാം. തൂത്തു അടിച്ചങ്ങ് ഇട്ടോളാം. ഇല്ലാഞ്ഞിട്ടല്ല കേട്ടോ, അമ്മ ചിക്കൻ പീസൊന്നും അധികം കഴിക്കാറില്ല. ചിക്കൻ പീസ് മാത്രമല്ല, ഞാൻ പറയാറുണ്ടല്ലോ ഇറച്ചി അധികം കഴിക്കാറില്ല. ഗ്രേവി മാത്രമേ എടുത്തോളൂ. അവിടെ വെജിറ്റബിൾ കറി ഉണ്ടായിരുന്നു, അപ്പൊ കുറുമ. അപ്പൊ എന്നോട് അവരെല്ലാം ചോദിച്ചാൽ തന്നെ ചിക്കൻ എടുക്കാത്ത. പിന്നെ ഞാൻ അവരുടെ തൃപ്തിക്ക് വേണ്ടി ഇതുപോലെ ഒരു സ്വല്പം ഗ്രേവി അങ്ങ് എടുത്തു. പിന്നെ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു എനിക്ക് വെജിറ്റബിൾ വയറിന് ഇറച്ചിയായിട്ട് അധികം കഴിക്കാറില്ല എന്ന് പറഞ്ഞു. നാളെ ഷൂട്ട് ചെയ്യാനായിട്ട് അമ്മയോട് ചോദിക്കാൻ ചില ചോദ്യങ്ങൾ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയോ? അമ്മ ജീവിതത്തിൽ പഠിച്ച 5 സത്യങ്ങൾ എങ്ങനെയുണ്ട്? 5 ജീവിത അനുഭവം വേണമെങ്കിൽ 10 പറയാം. 5 തൽക്കാലം മതി അല്ലേ? പ്രേക്ഷകർ എന്താ പറയണേ? പ്രേക്ഷകരോട് ചോദിക്കാൻ. എന്റെ ഇത് കേക്ക് കഴിയുമ്പോ അവർക്ക് പുച്ഛായിരിക്കും എന്നോട്. അതൊന്നുമില്ല. അല്ല, എനിക്ക് എന്തായാലും ഇല്ലേ, ഞാൻ എന്റെ കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയും. നാളെ കേക്കാം. പറയാനുള്ളത് ഞാൻ പറയും. ഇപ്പൊ എല്ലാം നമുക്ക് പറയണത് അംഗീകരിക്കാൻ ആർക്കും പറ്റൂല. ഞാൻ പറയണ നിനക്കും, നീ പറയണ എനിക്കും എല്ലാം അംഗീകരിക്കാൻ ഒരിക്കലും പറ്റില്ല. അതൊരിക്കലും പറ്റാറില്ല. അത് പറ്റില്ല. അപ്പോൾ നമ്മൾ കണ്ണടച്ചേക്കാം. അതെ. അപ്പൊ വേറെ വിഷയമില്ല. അതെ. എല്ലാവർക്കും സ്വന്തമായ അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും. അമ്മ ജീവിതത്തിൽ പഠിച്ച 5 സത്യങ്ങൾ കേൾക്കാൻ നിങ്ങൾ റെഡിയാണോ? കമന്റ് കേട്ടോ. അമ്മ അതൊക്കെ ആലോചിക്കൂന്ന്. ആലോചിച്ച് കിടക്കാം. നാളെ ഇപ്പൊ കുക്കിങ്ങിന്റെ ഇടയ്ക്കല്ലേ അത് ചെയ്യാം. നാളെ ഷൂട്ട് ചെയ്യാനുള്ളതാ. നാളെ മൈൽഡ് ആയിട്ടുള്ള കുക്കിംഗ് ഒക്കെ ഉള്ളു. അപ്പൊ ഇന്ന് ഹെവി ആയിരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് യാത്രയൊക്കെ ഉണ്ടായിരുന്നു നമുക്ക്. ഇനി ഇത് കഴിച്ചങ്ങ വിശ്രമത്തിലേക്ക് പോവും. 9:30. ഇത് വെള്ളം വെക്കണമെങ്കിൽ ഇത് മാറ്റി വെച്ചേക്കാം കേട്ടോ. പിന്നെ കഴിച്ചു വന്ന് കഴുകിക്കോളാം. ഓക്കെ. അപ്പയ്ക്ക് പുലാവാണോ ഇഷ്ടം, ഫ്രൈഡ് റൈസ് ആണോ ഇഷ്ടം, ബിരിയാണി ആണോ ഇഷ്ടം? ഏറ്റവും ഇഷ്ടം ഞാൻ പറയാം, മട്ടൻ ബിരിയാണി. കരള എങ്ങനെയുണ്ട്? ഒരു കാര്യമുണ്ട്, ഇതും ചൂടാക്കി കഴിയുമ്പോ നല്ലതാണ് പുലാവ്. അതല്ലേലും ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ചൂടാക്കുമ്പോ ഒന്നുകൂടി ഒന്നങ്ങ് വരളല്ല ഒന്നുകൂടി ടേസ്റ്റ് അങ്ങ് കൂടും അതിന്റെ. അപ്പോൾ ദേ ഫൈനലി ഞാൻ കഴിക്കാൻ പോണത് എന്താണെന്ന് കണ്ടോ? തേങ്ങാപ്പാലിൽ കുറുക്കിയ കൂവയാണ് കേട്ടോ. ഞാൻ നമ്മുടെ പുലാവും ചിക്കനും കഴിക്കാമെന്ന് ഓർത്തിരുന്നേ. പക്ഷേ ഇന്ന് വൈകുന്നേരം പുറത്തൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ വയറ് കുറച്ച് ഹെവി ആയതുപോലെ തോന്നി. അതുകൊണ്ട് ഇന്ന് വളരെ ലൈറ്റ് ഫുഡാക്കാമെന്ന് വിചാരിച്ചു ഡിന്നറ്. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് ലേറ്റും ആയി. അതുകൊണ്ട് ലേറ്റായ സ്ഥിതിക്ക് എന്തായാലും പിന്നെ ഹെവി കഴിക്കണ്ട, നാളെ കഴിക്കാമെന്ന് വിചാരിച്ചു പുലാവും ചിക്കനും. അതുകൊണ്ട് നാളത്തേക്ക് മാറ്റി. അപ്പം ഞാൻ ഈവനിങ്ങിൽ ഇതേ കഴിക്കുന്നത് തേങ്ങാപ്പാലിൽ കുറുക്കിയ കൂവയാണ്. ഭയങ്കര ഡെലീഷ്യസ് ആണ്. സാധാരണ ഇവിടെ വെള്ളത്തിലാട്ടോ കുറുക്കാറ്. ഇത് ഇൻഡിജീനിയസ് കൂവയാണ്. തേങ്ങാപ്പാലിൽ കുറുക്കി പനം കൽക്കണ്ടം ചേർത്ത് കുറുക്കിയെടുത്തതാണ്. ഇത് കൽക്കണ്ടത്തിൻ്റെ ആട്ടോ. അപ്പോൾ നല്ല ഡെലീഷ്യസ് ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു.
ഒത്തിരി ഗുണമുള്ള സാധനമാണ് കേട്ടോ ഈ കൂവ. പണ്ട് കാലത്തൊക്കെ കുട്ടികൾക്ക് കൂവ കുറുക്കി കൊടുക്കുന്നു എന്ന് കേട്ടിട്ടുണ്ട്. പലരും നമ്മുടെ കയ്യിൽ ചോദിച്ചിരുന്നു എന്താണ് കൂവയുടെ പ്രയോജനം എന്ന്. അപ്പോൾ ഒരുപാട് ഗുണമുള്ള സാധനമാണ്. കാൽസ്യം പോലുള്ള പല മിനറൽസും അടങ്ങിയിരിക്കുന്ന ഒന്നാണ് കൂവ സ്റ്റാർച്ച്. അപ്പോൾ എനിക്കിതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് ഈ തേങ്ങാപ്പാലിൽ കുറുക്കിയത് വളരെ ഡെലീഷ്യസ് ആണ്. അപ്പം ഞാനിത് കഴിക്കട്ടെ. അതോടുകൂടി ഇന്നത്തെ ദിവസം അവസാനിക്കുകയാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഒരു സിമ്പിൾ വീഡിയോ. എല്ലാവരും ഊണ് കഴിക്കുക, പീസ്ഫുള്ളായി ഉറങ്ങുക, വിശ്രമിക്കുക. ഓക്കെ, ബൈ ബൈ. ബൈ ബൈ. നമ്മൾ അതിനുള്ള ശ്രമത്തിലേക്ക് കിടന്നേ. അതെ.